ഹായ്, ഇതെന്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് യൂട്യൂബിലെ. എന്തെങ്കിലും യൂസ്ഫുൾ ആയത് ഇടണം എന്ന് വിചാരിച്ചിട്ട് ഞാനിത് ഇടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്നത് ആർക്കാന്ന് ചോദിച്ചാൽ ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇരിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്കും ബിടെക്കില് സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾക്കും ആയിരിക്കും ഇത് മിക്കവാറും യൂസ്ഫുൾ ആവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഞാനിപ്പോ ഫേസ് ചെയ്ത് പോകുന്ന ഒരു മേജർ പ്രോബ്ലത്തെ പറ്റി പറയാം. അതായത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞു. പ്ലസ് ടുവിൽ എനിക്ക് അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. 97% എനിക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ അതനുസരിച്ചിരിക്കും നമ്മൾ മുന്നോട്ടുള്ള ജീവിതം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് എടുക്കണം എന്ന് എൻ്റെ മനസ്സിലേ ഇല്ലായിരുന്നു. എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനേ എൻ്റെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതായത് പ്ലസ് ടു കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഡിഗ്രി എടുക്കാം, പ്രൊഫഷണൽ ഡിഗ്രി എടുക്കാം, നഴ്സിംഗ്, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അന്ന് എൻ്റെ മനസ്സിൽ, പ്രത്യേകിച്ച് പ്ലസ് ടു കഴിഞ്ഞൊരു കുട്ടി, എനിക്ക് പ്രത്യേകിച്ച് വലിയ അറിവൊന്നുമില്ല. അപ്പോൾ എന്തെടുക്കണം എന്നുള്ളത്, ഞാൻ ആ കരിയറിൻ്റെ അവിടെ അങ്ങ് സ്റ്റക്കായിപ്പോയി. എന്തെടുക്കണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ മിക്കതിനും അയച്ചിട്ടുണ്ടായിരുന്നു. ഡിഗ്രിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഡിഗ്രി എടുക്കുകയാണെങ്കിൽ ഫിസിക്സോ മാത്സോ അങ്ങനെ എന്തെങ്കിലും എടുക്കണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം. എനിക്ക് കിട്ടുകയും ചെയ്തായിരുന്നു. ഡിഗ്രി പിന്നെ നഴ്സിങ്ങിന് എല്ലാത്തിനും തറ കിട്ടുന്ന എല്ലാത്തിനും ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ എൻ്റെ മനസ്സിൽ വരുന്നത്. ഈ എഞ്ചിനീയറിംഗിൽ തന്നെ പിന്നെയും പല സ്ട്രീമുകളുണ്ടല്ലോ. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, അങ്ങനെ പല സ്ട്രീംസുകളുണ്ടല്ലോ. ഈ എഞ്ചിനീയറിംഗിൽ ഞാൻ അവിടെ പിന്നെ എൻ്റെ അടുത്ത കൺഫ്യൂഷൻ എഞ്ചിനീയറിംഗിൽ എന്തെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചേട്ടൻ, ആ ചേട്ടനാണെങ്കിൽ ഒരു കോളേജിൽ വർക്ക് ചെയ്യണം. അപ്പം ആ ചേട്ടൻ എന്നോട് പറഞ്ഞു എഞ്ചിനീയറിംഗ് എടുക്കുന്നത് നല്ലതാണ്, അതും സിവിൽ എഞ്ചിനീയറിംഗ് എടുക്കുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനും അപ്പൊ എൻ്റെ മനസ്സിലൊരു കൺഫ്യൂഷനാണ്, എന്തെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാനും ഒപ്പം ഇരിക്കുന്നത്. അപ്പോൾ പയ്യ മനസ്സ് ഓക്കെ എഞ്ചിനീയറിംഗ് എന്നുള്ളതിലായി. എഞ്ചിനീയറിംഗിൽ തന്നെ പിന്നെ ഏതെടുക്കും ഞാൻ കഴിയുന്നത് 2020-ലാണ്. ഈ 2020 എന്ന് പറയുന്ന ആ കോവിഡ് ടൈം ആയിരുന്നു. അപ്പോൾ ഈ കോവിഡ് ടൈം ആയതുകൊണ്ട് തന്നെ മിക്ക നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ മിക്കതും എന്തായിരുന്നു, ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ എനിക്ക് CS എടുക്കാൻ ഇഷ്ടമുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ ഈ ഓൺലൈൻ ക്ലാസ്സിൽ ഫസ്റ്റ് ഇയർ, അതായത് ഞാൻ പ്ലസ് ടു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പെട്ടെന്ന് ഒരു CS-ലോട്ട്, അതായത് കമ്പ്യൂട്ടറിലോട്ട് വരുന്ന സമയത്ത്, അതും ഓൺലൈനാണ്, എന്നെ കൊണ്ട് പറ്റുമോ എന്നൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ശരിക്കും എല്ലാ ബ്രാഞ്ചിനും ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സെയിം സബ്ജക്റ്റാണ്. അതിപ്പോൾ CS ആയിക്കോട്ടെ സിവിൽ ആയിക്കോട്ടെ എല്ലാം സെയിം ആയിരുന്നു. ഇതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇതെനിക്ക് അറിയാവുന്നതായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ CS എടുക്കോളായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, ആ ചേട്ടനാണ് സിവിൽ എഞ്ചിനീയറിംഗിനെ പറ്റി പറയുന്നത്. ആ സിവിൽ എഞ്ചിനീയറിംഗിൽ ഞാൻ അത് എടുക്കാൻ കാരണം, അതായത് ഞാൻ അതിൽ വീണ് പോകാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്, ആ ചേട്ടൻ പറഞ്ഞു സിവിൽ എഞ്ചിനീയറിംഗിലാണ് ഗവൺമെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലെന്ന്. ഓക്കെ, അപ്പൊ ഗവൺമെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ വീണു. അങ്ങനെയാണ് ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് സിവിൽ എഞ്ചിനീയറിംഗിന് ഞാൻ പോകുന്നുണ്ട്. 4 വർഷം പോയി. എനിക്കതത്ര സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ അത്ര എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. എല്ലാ പാട് തന്നെയായിരുന്നു. പക്ഷെ ഞാൻ അത്യാവശ്യം നല്ലപോലെ പഠിച്ചു, കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് എടുത്തതേ ഗവൺമെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നൊരു ഇതിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ 2024 സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഈ ഗവൺമെന്റ് എക്സാം പ്രിപ്പയർ ചെയ്യാനായിട്ടിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, എനിക്ക് ശരിക്കും ഈ ഗവൺമെന്റ് എക്സാം ഒക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതുന്നവരോടത്ത് എനിക്ക് ഭയങ്കര കാര്യമാണ്. കാരണം അവർക്ക് അത്രയും ആ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റീനെയാണ് അതായത് ഞാൻ 2 വർഷമാണ് ഈ ഗവൺമെന്റ് എക്സാമിന് വേണ്ടിയിട്ടിരുന്നത്. അതിൽ ഈ 2 വർഷം ത്രൂഔട്ട് ഞാൻ പഠിച്ചു എന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെ പഠിക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഈ 2 വർഷത്തെ ആ ഒരു സ്ട്രെസ് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. ഈ 2 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഓക്കെ അത് പതുക്കെ ഒന്ന് ഫുള്ളായിട്ട് നിർത്താമെന്നല്ല, ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം, എന്നിട്ട് ജോലി തപ്പി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ ഈ റിയാലിറ്റിയിലോട്ട് ഞാൻ എത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒന്നാമത് സിവിൽ കഴിഞ്ഞ് പ്രൈവറ്റ് കയറുന്നവർക്ക് സ്റ്റാർട്ടിങ് 10 അത്രയൊക്കെ സാലറി ഉള്ളൂ.
ഞാൻ ഞാൻ ഒരു സ്ഥലത്ത് വിളിച്ചിരുന്നു കേട്ടോ, ഒരു സ്ഥലത്ത് തന്നെ വിളിച്ചിരുന്നു. അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എനിക്ക് സിവിൽ എഞ്ചിനീയർ, അതായത് ബിടെക്കിന് എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് 8.75 CGP ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്റെ കൂടെ ഫ്രണ്ട്സൊക്കെ, കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ കയറിയപ്പോൾ അവർക്ക് അറ്റ്ലീസ്റ്റ് 10 കിട്ടി. ഞാൻ അവരെ വിളിച്ചു വിളിച്ചപ്പോൾ അവർക്ക് എന്നെ എടുക്കാൻ വൻ താല്പര്യം. പക്ഷെ സാലറി 8 രൂപയാണെന്ന് പറഞ്ഞാൽ 8,000. അപ്പൊ എനിക്ക് നല്ല സങ്കടമായി. അത് കഴിഞ്ഞും പിന്നെയും ഞാൻ കുറെ ജോബിന് തപ്പി, കുറെ ജോബ്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെയും കുറെ ജോബ് സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ഒരുപാട് അപ്ലൈ ചെയ്തു. അപ്പോൾ എല്ലായിടത്തും ഈ ഇയർ ഗ്യാപ്പ് പ്രശ്നമായിരുന്നു, ഈ 2 ഇയർ ഗ്യാപ്പ് പ്രശ്നമായിരുന്നു. അതുപോലെ തന്നെ സാലറി ഭയങ്കര കുറവായിരുന്നു. എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഇപ്പൊ അത് എഞ്ചിനീയറിംഗ് അല്ല, എന്തായാലും നിങ്ങൾക്ക് വേണം എന്ന് തോന്നിയാൽ മാത്രം എടുക്കുക. അല്ലാതെ വേറൊരാൾ പറഞ്ഞു എന്നുകൊണ്ട് എടുക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് അത് പഠിക്കാൻ താല്പര്യമുണ്ടോ, ആ ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എങ്കിൽ മാത്രം എടുക്കുക. അതുപോലെ തന്നെ ഈ ഈ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നിങ്ങളെ കൊണ്ട് പറ്റും എങ്കിൽ മാത്രം, അതായത് ആ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അതിന് എങ്കിൽ മാത്രം ഈ PSC കോമ്പറ്റേറ്റീവ് എക്സാം ഉള്ളതിന് ഇരിക്കാവോ. അത് അല്ലാണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ അങ്ങനെ ഇരുന്ന് ഒരു ഇയർ ഗ്യാപ്പ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈവറ്റും പാടായിരിക്കും കിട്ടാനായിട്ട്. പിന്നെ ഉള്ളത്, നിങ്ങൾക്ക് സ്കില്ലുകൾ പഠിക്കാം. അത് നല്ലൊരു കാര്യമാണ്. നിങ്ങൾക്ക് BIM, AutoCAD അങ്ങനത്തെ സ്കില്ലുകൾ പഠിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ സിവിൽ എഞ്ചിനീയറിംഗ് കരിയർ അത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ, സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡ് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതൊക്കെ തന്നെയാണ്. ഇതിന് ലോ സാലറി ഉള്ള ജോബും ഹൈ സാലറി ഉള്ള ജോബും എല്ലാം ഉണ്ട്. അതായത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ BTech സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്കില്ല്, അതായത് സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്കില്ലുകളെല്ലാം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം മാക്സിമം പറ്റുന്നത്ര ഇന്റേൺഷിപ്പുകൾ ചെയ്യാം. പറ്റുന്നത്ര ഇന്റേൺഷിപ്പ് ചെയ്യാന്ന് വെച്ചാൽ അത്രയും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആവും. ഓക്കെ, മാക്സിമം ഇന്റേൺഷിപ്പുകൾ ചെയ്യാം. പിന്നെ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം എനിക്ക് പറയാനുള്ള, എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, അതായത് ജോബിന് പോകുന്നവര് മാക്സിമം എക്സ്പീരിയൻസ്, ആദ്യം സാലറി നോക്കാതെ എക്സ്പീരിയൻസിന് പ്രാധാന്യം കൊടുക്കുക. മാക്സിമം എക്സ്പീരിയൻസ് കിട്ടുക. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല സാലറി ഉള്ള ജോലിയൊക്കെ കിട്ടും. ഈ ഇയർ ഗ്യാപ്പ് ആണ് മെയിൻ പ്രശ്നം. അതുകൊണ്ട് ഇയർ ഗ്യാപ്പ് വരാതെ നോക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.